ബഹുമാനായിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി അലി, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാനീ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് വ്യാപകമായി മതന്യൂനപക്ഷം ശാരീരികമായി ആക്രമിക്കപ്പെടുകയും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ സർ പൊതുസമൂഹത്തിനിടയിൽ ഇവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ സമുദായ നേതാക്കന്മാരും ഈ സർക്കാരും അനവസരത്തിൽ അപഹസിക്കുകയാണ് സർ. ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരാകും എന്ന LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പരസ്യം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള അപഹസിക്കലായിരുന്നില്ലേ? ഭയപ്പെടുത്തി കൂടെ നിർത്തലായിരുന്നില്ലേ സർ ഉദ്ദേശം? സംസ്ഥാന ജനസംഖ്യയിൽ 27% മുസ്ലിം ന്യൂനപക്ഷത്തിന് സർക്കാർ സർവീസിലും മറ്റുമുള്ള പ്രാതിനിധ്യം വെറും 13% മാത്രമാണ്. എന്നിട്ടും ഈ വിഭാഗത്തിന് അനർഹമായ എന്തൊക്കെയോ സംസ്ഥാന സർക്കാർ വാരിക്കോരി കൊടുത്തുകൊണ്ട് പ്രീണിപ്പിക്കുകയാണ് എന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സർ ചിലർ. കേരള സർക്കാർ സ്പോൺസർ ചെയ്തിരിക്കുന്ന, സർക്കാരിൻ്റെ ചെല്ലും ചെലവിലും പ്രവർത്തിക്കുന്ന കേരള നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുന്നവർ ഉൾപ്പെടെ ഇത് ചെയ്യുമ്പോൾ ഈ അസത്യ പ്രചരണത്തിൻ്റെ വസ്തുത പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കടമ സർ സർക്കാരിൻ്റേതല്ലേ? കോഴിക്കോട് മാനുവൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മരണപ്പെട്ട നൌഷാദിനെതിരെയുള്ള വാക്കുകൾ മതേതര കേരളം സർ എങ്ങനെ മറക്കാനാണ്? രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും മുഴുവൻ മുസ്ലിങ്ങളാണ് പോലും. എങ്ങോട്ടാണ് സർ ഇവരെ നാടിന് നയിക്കുന്നത്? ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പഠിപ്പിക്കേണ്ട ആൾക്കാരാണ് സർ ഇത് പറയുന്നത്. ഇത്തരം ഘട്ടത്തിലൊക്കെ കുറ്റകരമായ മൗനമാണ് സർക്കാർ സ്വീകരിച്ച് വരുന്നത്. മുസ്ലിം സമുദായത്തെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, അത് യഥേഷം നടന്നോട്ടെ എന്നാണ് സർ സർക്കാർ വിചാരിക്കുന്നത്. ഇപ്പോൾ സർ അവർ പഠിച്ചിട്ടുണ്ടാവും. കാരണം പല നിയമസഭാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പോയില്ല സർ. ഇവരെ കൊണ്ടാണ്. നിങ്ങളുടെ BJP വിരോധം ആത്മാർത്ഥമാണെങ്കിൽ നവോത്ഥാന സമിതി പുനഃസംഘടിപ്പിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും സർ. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ നിങ്ങളുടെ സ്വന്തം സ്വർണവും താലിയും മാലയും എല്ലാം പൊട്ടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും എന്നൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ മറ്റൊരു പതിപ്പാണ് സർ ഈ പ്രചരണം നടത്തുന്നവർ സംസ്ഥാനത്ത് നടത്തുന്നത്. മദ്രസ അധ്യാപകർക്ക് സർക്കാർ കോടിക്കണക്കിന് ശമ്പളവും ആനുകൂല്യം നൽകുന്നുവെന്ന തെറ്റായ ആരോപണം നേരത്തെ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ പള്ളി കമ്മിറ്റികളും മറ്റും പിരിച്ചു നൽകുന്ന വളരെ തുച്ഛമായ തുകയാണ് സർ ഇവരിൽ പലർക്കും ലഭിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവായുള്ള പദ്ധതികളിലല്ല, മറിച്ച് സർക്കാർ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളിലായിരുന്നു 80-20 എന്ന അനുപാതം നിശ്ചയിച്ചതെന്നുള്ള വസ്തുതയും പൊതുസമൂഹത്തെയും കോടതിയെയും ശരിയായി ധരിപ്പിക്കാൻ സർ ഈ സർക്കാർ ശ്രമിച്ചില്ല. ഇത്തരം അവസരങ്ങളിൽ സർക്കാർ കാണിക്കുന്ന ബോധപൂർവമായ മൗനം അർഹമായത് മുസ്ലിം വിഭാഗത്തിന് നഷ്ടമാകാൻ ഇടയാക്കുന്നു എന്നതുപോലെ അനർഹമായ എന്തൊക്കെയോ നേടുന്നു എന്ന തോന്നലും സൃഷ്ടിക്കുന്നതാണ് സർ. ഈ അടുത്ത കാലത്ത് ഒരു സ്ഥാപനം പരീക്ഷയിൽ വിജയിച്ച മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രമടങ്ങിയ പരസ്യം നൽകിയതിനെ പരീക്ഷാ ജിഹാദ് എന്ന ഹാഷ്ടാഗോടെ ദേശീയ തലത്തിൽ തന്നെ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സർ, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഈ വിദ്വേഷ പ്രചാരകർ ചെയ്തത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ കുറവ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഉത്തരവുകളുമായി കൂട്ടി വായിക്കേണ്ടതാണ് സർ. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാൻ ഉത്തരവിറക്കിയപ്പോൾ മുസ്ലിം വിഭാഗത്തിന് 20% വരെ സംവരണ നഷ്ടമുണ്ടാകുമെന്നത് ഞങ്ങൾ പലവട്ടം ചൂണ്ടിക്കാണിച്ചതാണ്. അന്ന് സർക്കാർ പറഞ്ഞത് സംവരണത്തിൽ കുറവ് വരാത്ത രീതിയിൽ ആയിരിക്കും അത് നടപ്പിലാക്കുക എന്നും അതിനായി ചട്ടം ഭേദഗതി ചെയ്യുമെന്നുമാണ് സർ. എന്നാൽ നാളിതുവരെ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടില്ല സർ. കേന്ദ്ര സർക്കാർ 1978 മുതൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ 2010 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അന്നത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ചെയ്യാത്ത സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 UDF ഗവൺമെന്റാണ് സർ രൂപീകരിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ അത് യാഥാർത്ഥ്യമായത് 2013 സർ. സച്ചാർ ശുപാർശകൾ നടപ്പിലാക്കാൻ കേരളത്തിൽ പാലോളി കമ്മിറ്റി ഉണ്ടായി. ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ 9 ശീർഷകങ്ങളിലായി 100ഓളം ശുപാർശകൾ സമർപ്പിക്കപ്പെട്ടു. ഇതിൽ 70%-ലധികം ശുപാർശകൾ നടപ്പിലാക്കപ്പെട്ടത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്. പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും
UDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കാത്ത ഏതെങ്കിലും ഒരു ശുപാർശ കഴിഞ്ഞ 8 വർഷക്കാലമായി 1-2 പിണറായി സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സർ? 2016 LDF പ്രകടന പത്രികയിൽ പാലോളി കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടും UDF സർക്കാർ നടപ്പിലാക്കി വന്നിരുന്ന പല പദ്ധതികൾ നിർത്തലാക്കുകയും പ്ലാൻ ഫണ്ട് ഭീമമായി വെട്ടിക്കുറയ്ക്കുകയാണ് സർ ചെയ്തത്. 2016 24 വരെ 708 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയതിൽ 244 കോടി രൂപയും സർ ലാപ്സായി പോയി. 2024 വെറും 55% മാത്രമാണ് വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ചെലവഴിച്ചത്. വഖഫ് ബോർഡ് വഴി നിർധനായ യുവതികളുടെ വിവാഹ സഹായധനമായി പരമാവധി 10,000 രൂപ വരെ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയിൽ അപേക്ഷിച്ചാൽ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടി ആയാൽ പോലും സർ ആ സഹായം ലഭിക്കാത്ത അത്രയും കാലതാമസമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലും ബഡ്ജറ്റിൽ വകയിരുത്തിയ മുഴുവൻ തുക അനുവദിക്കണമെന്നതിന് വേണ്ടിയോ ലാപ്സ് ആവാതെ പദ്ധതി നിർവഹണം നടത്തിക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ള പദ്ധതികളിൽ ആവശ്യത്തിന് തുക വകയിരുത്തണം, അത് ചെലവഴിക്കണം, ഒരു തുക പോലും ലാപ്സാക്കി കളയരുത്. സർ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. സർ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 835 കേസുകളിൽ 200ഓളം കേസുകൾ സർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഭേദഗതിയുടെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചതിനെതിരെ ഈ വർഷം സമരം നടത്തിയവർക്കെതിരെ 8ഓളം കേസുകൾ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർ. പൗരത്വ നിയമം സംസ്ഥാനത്തിന് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഈ ആൾക്കാരാണ് സർ ഇതിനെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ വീണ്ടും വീണ്ടും കേസുകൾ ചാർജ് ചെയ്യുന്നത്. ഈ സർക്കാരിൻ്റെ ന്യൂനപക്ഷ സ്നേഹം എന്നത് വാക്കുകളിൽ മാത്രമാണെന്ന് ഇനിയെങ്കിലും സർ തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പിൽ CPM അമ്പേ പരാജയപ്പെട്ടു പോയെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സർക്കാരിൻ്റെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന കൂടിയാണ് സർ. സർ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് മഹാനായ CHന്റെ വാക്കുകളാണ്. മറ്റൊരു സമുദായത്തിൻ്റെ യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഒന്നുപോലും നഷ്ടപ്പെടാതെ ഞങ്ങൾ സർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞത് അതാ സർ. ഒരു സംഘർഷം ഉണ്ടാക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സർ ഞങ്ങളുടെ നേതാക്കൾ പലപ്പോഴും മിണ്ടാതിരിക്കുന്നത്. ഇതൊരു ദൗർബല്യമായി കാണരുത്. കേരള ചരിത്രത്തിൽ ലീഗ് ഒരിക്കലും വർഗീയപരമായി ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ബാഫിഖ് തങ്ങൾ തൊട്ട് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളാണ് സർ. സർ, ഇനി പട്ടികജാതി വർഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1957 മുതൽ ഈ പ്രാവശ്യം മാത്രമാണ് സർ ഒരു SC വകുപ്പിൽ നിന്ന് ഒരു മന്ത്രി ഇതുവരെയും കേരളത്തിലില്ലാത്തത്. അദ്ദേഹം പുതിയ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ST വകുപ്പിൽ നിന്ന് വന്നതാണ്, വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ ഒരു പട്ടികജാതിക്കാരനായ ഒരു മന്ത്രി ഇല്ലാത്തത്. പൊതുസമ്മതി ഉണ്ടായിരുന്ന K. രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് നാടുകടത്തി. പിന്നെ അല്ലാതെ ഒരു സംശയവുമില്ല, നല്ല നല്ല കുറെ ആൾക്കാരെ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ഇവിടെ മത്സരിപ്പിച്ച് ഇവിടെ നാടുകടത്തിയ സർ ചെയ്തത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ എന്തിനാ സർ ഇത്? അതുപോലെ ഇപ്പോഴത്തെ മന്ത്രിയിൽ നിന്നും ദേവസ്വവും അതുപോലെ തന്നെ നിയമം പാർലമെന്റ് കാര്യ വകുപ്പുകളും എടുത്തു മാറ്റിയത്, അതിനെപ്പറ്റി സർ ഇതിനോട് പല ആൾക്കാരും കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തിനാണ് സർ ദേവസ്വവും നിയമവും പാർലമെന്റ് കാര്യ വകുപ്പുകളും മാറ്റിയത്? അത് ശരിയല്ല സർ. സർ, ആദിവാസി ക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം 10% പോലും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സർ വാസ്തവം. സംസ്ഥാനത്തിന് ഏകദേശം 1.5 ലക്ഷം. എന്താണ് മന്ത്രി ബാബു ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചത് വിജയിപ്പിച്ച ഒരു അംഗത്തെ ഞങ്ങൾ നാടുകടത്തി എന്ന നിലയിലുള്ള വാചകം ഉപയോഗിച്ചു. അത് അങ്ങേയറ്റം ഖേദകരമാണ്. ജനങ്ങളുടെ വിധിക്കെതിരായ അതീവ ഗുരുതരമായ ആരോപണമാണത്. ദയവായി ബഹുമാനപ്പെട്ട മെമ്പർ അത് പിൻവലിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അഭിപ്രായമായിരിക്കാം. എൻ്റെ അഭിപ്രായം നേരെ മറിച്ചാണ്. ഇദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്തിയത് തന്നെയാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തിനാണ് സർ അതേപോലെ ഒരു സഖാവിനെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ? രാധാകൃഷ്ണനെ പോലുള്ള ഒരു സഖാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കുറെ ആൾക്കാരങ്ങൾ കൽപ്പിച്ചൂട്ടി ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി, അത് നടന്നില്ല. തിരിച്ചയച്ചു. അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കൊണ്ട് തന്നെയാണ് സർ. സർ, ആദിവാസി പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളുമെല്ലാം 10% പോലും നടപ്പിലാക്കപ്പെട്ടില്ല എന്നതാണ് സർ വാസ്തവം.
സംസ്ഥാനത്ത് 1.5 ലക്ഷം പട്ടികവർഗ കുടുംബങ്ങളുള്ളതിൽ ഏകദേശം 15,000 പ്രശ്നം പരിശോധിച്ചറിയിക്കാമെന്ന് ചെയർ പറഞ്ഞു. സാർ, ഇതിലെ പകുതിയോളം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. ഇനി ഇരിക്കും, ഞാൻ വഴങ്ങുന്നില്ല. പ്ലീസ് ഇതാവും. ഞാൻ ഒരു പ്രാവശ്യം വഴങ്ങി. പ്ലീസ് ഇതാവും. നാളിതുവരെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ പ്രയോജനം സർ, എന്താണ് സർ ഇതിങ്ങനെ? കഴിഞ്ഞ 8 വർഷത്തിനിടെ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്കായി അട്ടപ്പാടിയിൽ ചെലവഴിച്ചത് 250 കോടിയിലധികം രൂപയാണ് സർ. ഇത്രയൊക്കെ ചെലവഴിച്ചിട്ടും പട്ടികവർഗ വിഭാഗത്തിന്റെ ജീവിതത്തിൽ അങ്ങയുടെ റിപ്പോർട്ടാണ് സർ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നിയമസഭാ സമിതി അധ്യക്ഷനായിരിക്കെ സമർപ്പിച്ച റിപ്പോർട്ടിലെ വാചകങ്ങളാണ് സർ ഇത്. അട്ടപ്പാടി മേഖലയിൽ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സ്വന്തം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതിനെ സർ എതിർക്കുന്നു.